ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ആണ്. അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, അക്വിസിഷൻ ഓഫ് ദി ഫേം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ്, ഡിസൈനിങ്, ഡയറക്റ്റിംഗ്, അതുപോലെ മാനേജിങ് എന്നിവയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, അക്വിസിഷൻ ഓഫ് ദി ഫേം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ്, ഡിസൈനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് മാനേജിങ് തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിംപ്ലി മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. Financial management is the art of raising and spending money. Financial management is a study of planning, designing, directing and managing economic activities such as the utilization of capital and acquisition of the firm. യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, അക്വിസിഷൻ ഓഫ് ദി ഫേം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ്, ഡിസൈനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് മാനേജിങ് എന്നിവയെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഒന്നാമത്തത് സക്സസ്ഫുൾ പ്രൊമോഷൻ. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ സക്സസ്സിന് ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ അത്യാവശ്യമാണ്. In the absence of a sound financial management, it is not possible to prepare a sound financial plan. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ് ഈസ് നെസസറി. This is facilitated only if there is an efficient financial management. Next one, coordination of functional activities. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. എൻ്റർപ്രൈസിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ലൈക്ക് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ തുടങ്ങിയ ഇത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജറാണ്. അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ചില ഫിനാൻഷ്യൽ ടൂൾസ് ആണ് ബഡ്ജറ്റ്, വേരിയൻസ് അനാലിസിസ്, കോസ്റ്റ് പ്രോഫിറ്റ് വോളിയം അനാലിസിസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എക്സെട്ര. അടുത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് ബിസിനസ് സക്സസ്. വിവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ടോപ്പ് മാനേജ്മെൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ സക്സസ്സിൽ ഫിനാൻഷ്യൽ മാനേജേഴ്സ് വളരെ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ പ്രധാനമായും 5 ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. 1 സക്സസ്ഫുൾ പ്രൊമോഷൻ, 2 സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ബിസിനസ്, 3 കോർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, 4 ഡിസിഷൻ മേക്കിംഗ്, 5 ഡിറ്റർമിനൻ്റ് ഓഫ് ബിസിനസ് സക്സസ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങൾ എന്താണ്? The main objectives of financial management are to maintain liquidity of the firm. രണ്ടാമത്തത് to maximize profit, to maximize wealth. 3 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. 1 മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഓഫ് ദ ഫേം, രണ്ടാമത്തത് മാക്സിമൈസ് പ്രോഫിറ്റ്, 3 മാക്സിമൈസ് വെൽത്ത്. അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമത്തത് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്താ ഉൾപ്പെടുന്നത്? നീഡ്സ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നീഡ്സ് എന്താണെന്ന് കണ്ടെത്തുക, അതുപോലെ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക, എന്നിട്ട് അതിനെ ഫോർകാസ്റ്റ് ചെയ്യുക, തുടർന്ന് അത് പ്ലാൻ ചെയ്യുക. നീഡ് ആൻഡ് ഫോർകാസ്റ്റ് ഓഫ് ഫിനാൻസ് ഫോർകാസ്റ്റ് ചെയ്യുക, തുടർന്ന് ദെൻ പ്ലാൻ ഫോർ ദം. അടുത്തത് പറയുന്നത് റൈസിങ് ഓഫ് നെസസറി ഫണ്ട്സ്. അനദർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റൈസിങ് ഓഫ് നെസസറി ഫണ്ട്സ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മതിയായ ഫണ്ട് സപ്ലൈ ചെയ്യുക എന്നതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി പറയുന്നത്. അടുത്തത് കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ട്സ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ട്സ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. നാലാമത്തത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം, അതുപോലെ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് എത്രമാത്രം ഉപയോഗിക്കണം, അതുപോലെ ഡിവിഡൻഡായി ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജർ ടോപ്പ് എക്സിക്യൂട്ടീവിനെ അഡ്വൈസ് ചെയ്യും. അതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സിൽ ഉൾപ്പെടുന്നത്. ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് എത്രമാത്രം ഫണ്ട് ഉപയോഗിക്കണം, ഡിവിഡൻഡ് എത്ര കൊടുക്കണം ഷെയർ ഹോൾഡേഴ്സിന് തുടങ്ങിയ കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജർ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ അഡ്വൈസ് ചെയ്യുന്നു. അത് റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ അതർ റെസ്പോൺസിബിലിറ്റീസിൽ എന്തൊക്കെ ഉൾപ്പെടും? റെസ്പോൺസിബിലിറ്റി ഓണേഴ്സ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ഓർ സപ്ലയേഴ്സ്, ലീഗൽ ഒബ്ലിഗേഷൻ,
വെൽത്ത് മാക്സിമൈസേഷൻ എന്നിവയൊക്കെ അതർ റെസ്പോൺസിബിലിറ്റി ഇരുന്നു. അപ്പോൾ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്, രണ്ടാമത് റൈസിങ് നെസസറി ഫണ്ട്സ്, 3 കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ട്സ്, 4 അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, 5 അതർ റെസ്പോൺസിബിലിറ്റീസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്